നിന്റെ വീടിനകത്ത് എഴുതിയ മരണം 2. 1 നിന്റെ ഭർത്താവ് തൊട്ടുപുറകിൽ നീ. ആ വിധത്തിലാ കെട്ടുപിശാച് കെട്ടിയേക്കുന്നേ. ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങും CT സ്കാനും എല്ലാ സാധനവും ചെയ്തു. പക്ഷേ ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ഒരു കർത്താവ് ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. പിള്ളാരെ വളർത്താൻ പെടാപ്പാട് വിടുക. നിന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. നിനക്ക് ജോലിക്ക് പോയാലേ പൈസ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ജോലിക്ക് പോകാൻ പറ്റുകയില്ല. നിന്റെ വീടിനകത്ത് എഴുതിയ മരണം 2. 1 നിന്റെ ഭർത്താവ് തൊട്ടുപുറകിൽ നീ. ആ വിധത്തിലാ കെട്ടുപിശാച് കെട്ടിയേക്കുന്നേ. യേശു എന്നോട് പറയുക, നിന്റെ ഭർത്താവിനെ പിശാച് കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഇന്ന് രാവിലെ യേശു ആ കെട്ട അടിച്ചു കളയാൻ പോവാ. ഗോപിക ഇതുപോലത്തെ യോഗത്തിന് ആദ്യമായിട്ടാണോ? നീ കുടൂടാ കരയുന്നുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. അന്ന് വല്ലാണ്ട് കരഞ്ഞുപോയി. കണ്ട ഒരു ദൂത് ഞാൻ പറയാ, ഗോപിക ഒരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. ഇന്ന് പഠിക്കുന്ന കോഴ്സിനുള്ള പൈസ നമ്മുടെ ഇല്ല. അവൾക്ക് ഇല്ല പൈസ ഇല്ല. യേശു ഇവളെ പഠിപ്പിക്കാനുള്ള മുഴുവൻ പൈസയും വരും. ഇവള് BBA കംപ്ലീറ്റ് ചെയ്യും. ഒരു രാജ്യത്ത് പോയി ഒരു കോഴ്സ് എടുക്കും. ഒരു പാർട്ട് ടൈം ജോലി നിനക്കുണ്ടാകും. നീ ഉയർന്നു വരുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാകും. ജീവിതത്തിലെ സ്വസ്ഥത അനുഭവിച്ചിട്ട് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനമേ കണ്ടിട്ടില്ല. സത്യമാണ്. എന്നോട് കർത്താവ് പറയുന്നത് എന്നാന്നറിയോ? നീ ശരിക്കും ഈ പിള്ളേരുള്ളോണ്ടാ ജീവിച്ചേ. സത്യം. ഞാൻ ശരിക്കും കണ്ടത് അങ്ങനെ. എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു? 2 പ്രാവശ്യം. ചാവാൻ എന്നറിയോ? എലോഹിമിൽ ഇന്ന് വരണമെന്ന് കർത്താവിന്റെ പ്ലാനായിരുന്നു. എല്ലാരും കൂടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച സോളി എന്ന ചേച്ചി ഇന്ന് രാവിലെ എലോഹിമി ദൈവം എത്തിച്ചത്. ദുബായ് പോയിട്ട് 2.5 എത്ര നാളായി? 2 മാസമായി. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒരു വയറുവേദന ഉണ്ടാവും, അസഹനീയമായ വയറുവേദന. ഇതേ നിനക്ക് ഭക്ഷണത്തിന് ഒരാൾ തന്നതാ, കൈവശം തന്ന. അടുത്ത് പോയിട്ടും ജോലിക്ക് നിൽക്കുന്നത് അതിനു വേണ്ടി തന്ന സാധനമാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന നീ ഒത്തിരി അടുത്ത് ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങും CT സ്കാനും എല്ലാ സാധനവും ചെയ്തു. പക്ഷേ ഡോക്ടർമാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ഒരു കർത്താവ് ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാവിലെ സൗഖ്യമാക്കാൻ പോവാ. കൈയടിച്ച് ആദരം തുറന്ന് ചേച്ചി ഞാൻ ദൂത് പറയാ, നമ്മള് തിരിച്ച് ദുബായ് കയറി പോകും. അവിടെ ജോലിയും. അടുത്ത വർഷം ഇവിടെ വന്ന് ഗോപികയും ഒരു ചെറുക്കനും ഉണ്ടല്ലോ, അവന്റെ പേരെന്തുവാ? ഗോകുലനയ്യ +1. ഗോപികയും ഗോകുലും ചേച്ചിയും കൂടെ എലോഹിമിൽ കയറി സാക്ഷ്യം പറയും. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ നുറക്കിയൊന്ന് വിളിച്ച്. മക്കളെ, നമ്മൾ തമ്മിൽ പരിചയമില്ല. നമ്മളെല്ലാം കൂടെ പരിചയമുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാ. നിന്റെ കാര്യം ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നേ യേശു എന്നെ കാണിക്കുന്നുണ്ടാ. എന്നിട്ട് ഞാൻ നിന്നോടൊരു ദൂതും കൂടെ പറയുവാ. നീ യേശുവിന്റെ ആളായിട്ട് മാറും. നിന്റെ അമ്മ യേശുവിന്റെ ആളായിട്ട് മാറും. ഇനി അടുത്തൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടോ? എന്നാ? കാശില്ല. നീ പൊട്ടൊക്കെ ഇട്ട് ചിരിച്ചോണ്ട് നിൽക്കുമ്പോ യേശു എന്നോട് പറഞ്ഞു, ഇപ്പൊ 2-3 കേസുണ്ടല്ലോ, 2 പെൺപിള്ളാര് ദുബൈയിൽ ആത്മഹത്യ ചെയ്തേ. മക്കളെ, നീയും അന്ന് ആത്മഹത്യ ചെയ്തേനെ. നീ പല പ്രാവശ്യം മരണത്തെക്കുറിച്ച് ചിന്തിച്ച നിനക്കൊരു കാര്യം അറിയാവോ? നിന്റെ അമ്മ നീ ഇറങ്ങിപ്പോയ അന്ന് മുട്ടുകുത്തി കരഞ്ഞു. സെപ്റ്റംബർ 2. മറക്കില്ല ഡേറ്റ് അല്ലേ? മോളെ, നിന്നെ പ്രതീക്ഷയോടാ നിന്റെ അമ്മ വളർത്തിയത്. നീ ആ വീട്ടിൽ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നതാ ഞാൻ കണ്ടേ. എന്നിട്ട് നിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു. ഇതൊക്കെ കാണുവാ ഞാൻ എൻ്റെ കണ്ണിൽ.
ഞാൻ ദൂത് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയതാ. യേശുവിനോട് പറഞ്ഞു, പോവരുത്, ഇങ്ങനൊരു കാര്യം കൂടെ നിന്റെ പുറകിലുണ്ട്. അണ്ട ഇനിയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ല. പറ. ഇല്ല. എല്ലാ ഇടപാടും ഇന്ന് നമ്മൾ നിർത്തും. ഇനിയുള്ള ആയുസ് നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കും. കോടതി കേസ് കൊടുത്തു. ലീഗലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും. നീ ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങിപ്പോവരുത്. ചെയ്യില്ലല്ലോ. അന്ന് നീ സങ്കടപ്പെട്ടു, നിന്റെ അമ്മ ഒരുപാട് കരഞ്ഞു, ഓർമ്മയുണ്ടാവും. ഉണ്ട്. ഇനിയും മരിക്കാൻ ശ്രമിക്കരുത്, ജീവിക്കണം. യേശു നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ദൈവമക്കളോടൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആധരമൊന്ന് തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന്. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളൊരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ നമ്മുടെ ആരാധനയെ വന്നിട്ടുണ്ടെന്ന് ഒന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമേ, ഈ ഗോപികയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഗോകുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിക്കേണ്ടിയിട്ട് മരിച്ചല്ല, അല്ല, കൊണ്ടുപോയതാ. ശരിക്കും കല്യാണം കഴിച്ച് വന്നേ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സ്വസ്ഥതയും കണ്ടിട്ടില്ല. അന്ന് വേറൊരു പ്രശ്നം, ഇന്ന് വേറൊരു പ്രശ്നം. ഇപ്പം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെ പ്രശ്നം. ഇതെല്ലാം കൂടെ നമ്മുടെ മാനസികമായിട്ട് ആകെ തകർത്തി കളഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുന്നു, നമ്മുടെ സൗഖ്യമാവും. സിസ്റ്ററെ, അദ്ദേഹത്തിന്റെ ഉദരത്തോട്ട് കൈവച്ച് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കണ്ണടച്ച് ആധരം തുറന്ന് പ്രാർത്ഥിച്ച്, സൗഖ്യദായകന്റെ കരം ഇതിനകത്ത് രാവിലെ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവകരം ഈ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഗോപികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, യേശു നൽകും യേശുവിൻ മാർവ്. പതിനായിരങ്ങളിൽ സുന്ദരൻ ശാരോണിൽ രോജാവ്, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൽ രോജാവേ, അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യൻ അങ്ങു മാത്രം. ആ രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രിയരെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ നമ്മൾ നിൽക്കുന്നത്. രാവിലെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം പറഞ്ഞു, ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വീട്ടിലേക്ക് ദൈവം ഇറങ്ങും, ചില കുടുംബത്തിലേക്ക് ദൈവം ചലിക്കും.
നിന്നെ കുരുക്കിയ സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരും. ഇന്ന് രാവിലെ ആ കുരുക്കുകളെല്ലാം ദൈവം അടിച്ചു കളയും. നീ കുരുങ്ങിപ്പെട്ടവനായിട്ട് തിരിച്ചു പോകില്ല. നീ കുരുക്കിപ്പെട്ടവളായിട്ട് തിരിച്ചു പോകില്ല. നിന്റെ ചരിത്രത്തിനകത്ത് പുതിയ അധ്യായം എഴുതാ. ഇന്ന് രാവിലെ ദൈവശക്തി വ്യാപരിക്കോ. നീ ആളുമാറും പോലെ ദൈവത്തിന്റെ കൃപ